ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറ്റത്തിൽ തുടർ നടപടിയുമായി ജില്ലാ ഭരണകൂടം 29 കുടുംബങ്ങൾ ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി. ഇതിൽ 15 കുടുംബങ്ങൾക്ക് മറ്റു ഭൂമിയോ വീടോ ഇല്ലാത്തവരാണ്. 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നാണ് നോട്ടീസ്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴയിലെ കയ്യേറ്റങ്ങളിൽ 2 വർഷം മുമ്പാണ് നടപടി ആരംഭിക്കുന്നത്. 88 കെട്ടിടങ്ങളിൽ ആളുകൾ താമസിക്കുന്ന വീടുകൾ ഒഴിച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളടക്കം റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തിരുന്നു. നടപടിക്കെതിരെ പ്രദേശവാസികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഇതിനു പിറകെ 30 ദിവസത്തിനകം ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് 29 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ വീടുകൾ ഒഴിയണമെന്നാണ് നിർദ്ദേശം. അല്ലാത്ത പക്ഷം വീടുകൾ പൊളിച്ചു നീക്കുമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ പോകാൻ മറ്റിടങ്ങളില്ലാത്തവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ചെയ്യണം. ഞങ്ങളല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങൾ വീട് ഇടിച്ചിടില്ല. അകത്ത് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് വണ്ടിയും കൊണ്ടൊന്ന് ഇടുക്കി അതേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു സഹായം തരാൻ ആളില്ല. നിങ്ങൾ തന്നെ സഹായിക്കണം. ഞങ്ങൾക്ക് சின்ன பிள்ளை வச்சிருக்கோம். இந்த வீடை விட்டு எங்களை காலி பண்ண சொன்னா நாங்க எங்க போவோம்? நடு ரோட்லயா நிற்போம். പല വീടുകളിലും പ്രായമായവരും കുട്ടികളുമുണ്ട്. ഞങ്ങൾ എവിടെ പോയിരിക്കാണ്? ഞങ്ങൾ എവിടെ പോയിരിക്കാണ്? ഞങ്ങളെ വേണമെങ്കിൽ നാട് കടത്തിയോട്ടെ. ഞങ്ങൾ ഇതിവിടെ 150 പേര് കിടപ്പുണ്ട്, കൊച്ചുങ്ങളെല്ലാം ചേർത്ത്. പെട്ടെന്ന് വന്നിട്ട് ഭയങ്കര ഭീഷണിയാ. ഇവിടെ കിടക്കാൻ പറ്റില്ല നൈറ്റില്. മതിയായ പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കാതെ തങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇവർ. അധികൃതർ നടപടിയുമായി മുന്നോട്ട് പോയാൽ റോഡിൽ പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് മരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതാ, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. ഏതാണ്ട് 4 ചർച്ചുകൾ തന്നെ ഈ ഭാഗങ്ങളിലുണ്ട്. അവർക്കൊന്നും വേറെ ഒരു പ്രാർത്ഥിക്കാൻ മറ്റൊരു സംവിധാനങ്ങളോ പ്രാർത്ഥനയ്ക്ക് പോകാൻ മറ്റ് പള്ളികളോ ഒന്നുമില്ല. ഏതാണ്ട് അതേപോലെ അമ്പലമുണ്ട്, നിരവധി. ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അമ്പലവും പള്ളികളും അടക്കമുള്ള സ്ഥാപനങ്ങൾ കൂടി ഇവിടെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിനു വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ജില്ലാ ഭരണകൂടവും ഇത്ര മണിക്കൂറിനുള്ളിൽ ഇവരോട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മതിയായ സമയം നൽകിയിട്ടും പുഴയോരം കയ്യേറിയവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ലെന്നും നിയമപരമായ നടപടി മാത്രമാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.